സാന്ത്വനത്തിലെ അപ്പു എന്ന അപർണയെ നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പലരുമായും നമുക്ക് സാമ്യം തോന്നാറില്ലേ? സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നും എല്ലാം ഇട്ടെറിഞ്ഞ് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഹരി എന്ന ചെറുപ്പക്കാരനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി വന്നപ്പോൾ താൻ കയറി ചെല്ലുന്ന കുടുംബത്തിലെ സാഹചര്യങ്ങൾ ഒരു വെല്ലുവിളിയായി അവളുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അവളെ മനസ്സിലാക്കുവാനോ അവളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാനോ ഹരി പോലും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ആവശ്യങ്ങളും നിലപാടുകളും കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ അവൾ നിർബന്ധിതയാകുന്നു. പക്ഷേ അതൊക്കെയും കുബേര കുടുംബത്തിൽ പിറന്നവളുടെ അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഉണ്ടായത്. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന പോലെ ഭർത്താവിന് വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ഒരു ജോലി വേണമെന്നും നല്ല രീതിയിൽ ഒരു ജീവിതം വേണമെന്നും അതിലൂടെ സ്വന്തം ഡാഡിയുടെ മുന്നിൽ ഹരിക്ക് ഒരു വിലയുണ്ടാകണമെന്നും അവൾ ആഗ്രഹിച്ചു. പക്ഷേ ഈ ഉദ്ദേശശുദ്ധിയെ ഹരി എപ്പോഴും ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. സാന്ത്വനം കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം കുടുംബത്തെ ഹരിയോടൊപ്പം ചേർന്ന് പലതവണ തള്ളിപ്പറഞ്ഞവളാണ് അപ്പു. തന്റെ കുടുംബം പലതവണ ദേവിയെ അധിക്ഷേപിച്ചതിന്റെ പരിഹാരാർത്ഥമാണ് അവൾ സ്വന്തം കുഞ്ഞിനെ കൊണ്ട് ദേവിയെ അമ്മ എന്ന് വിളിപ്പിക്കുന്നത്. പലരും ഇതിനെ എതിർത്തിരുന്നുവെങ്കിലും അപ്പു അതൊന്നും വകവെച്ചില്ല. പക്ഷേ 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും പഠിക്കുവാനും ദേവിയിൽ മാത്രം ആശ്രയിക്കുന്ന കുഞ്ഞിനെ കണ്ട് അവളുടെ മാതൃത്വം വിതുമ്പുന്നത് ആരും മനസ്സിലാക്കിയില്ല. സാന്ത്വനം കുടുംബം 4 പകുത്തുമാറുന്ന സാഹചര്യം വരുമ്പോൾ ഹരിയെപ്പോലെ ഒരു ഭർത്താവിനോടൊപ്പം മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന ആശങ്കയും കൂടെ നൊന്തു പ്രസവിച്ച കുഞ്ഞ് തന്നിൽ നിന്നും എന്നേക്കുമായി അകന്നു പോകുമോ എന്ന ഭയവും അവളുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നു. നമ്മുടെ ഇടയിലും ഇതുപോലെയുള്ള അപർണമാരുണ്ട്. തനിക്കു വേണ്ടി ആരും സംസാരിക്കാനില്ലാതെ വരുമ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നവർ, അതിലൂടെ അഹങ്കാരികളാകേണ്ടി വരുന്നവർ, കുടുംബം തകർത്തു എന്ന പേരുദോഷം കേൾക്കേണ്ടി വരുന്നവർ.